ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുജേഷ് പ്രോഗാഡ്. എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് LGS കമ്പനി ബോർഡ് LGS പരീക്ഷയിൽ അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS മാത്രമല്ല, ഇനി അങ്ങോട്ട് LGS ലെവലുള്ള പരീക്ഷകളിൽ, ആ ഒരു സിലബസ് ഉള്ള പരീക്ഷകളിൽ പുതിയ SCERT എന്തൊക്കെ പഠിക്കണോ ആ പഠിക്കേണ്ട കാര്യങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള വിവരം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും. അതായത് 10th ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് ഒരു സിലബസ് ഉണ്ടല്ലോ. LGS പരീക്ഷകൾക്ക് പ്രിലിംസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഈ 10th ലെവൽ പ്രിലിംസിന്റെ കൂടെയാണ് നടത്താറ്. ഇപ്പൊ LGSന് ഇനി പ്രിലിംസ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പോൾ ആ ഒരു പ്രിലിംസ് സിലബസും LGSന്റെ സാധാരണഗതിയിൽ നടക്കുന്ന LGS പരീക്ഷയുടെ മെയിൻസ് പരീക്ഷ അല്ലെങ്കിൽ LGS മാത്രമായിട്ടാണെങ്കിൽ LGS പരീക്ഷയുടെ ആ ഒരു സിലബസ്, ഇത് രണ്ടും തമ്മിൽ നേരിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു മൊഡ്യൂളിൽ ചില മൊഡ്യൂളിൽ മാത്രം വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഈ ഒരു സിലബസ് എന്തൊക്കെ SCERT ഏതൊക്കെ ചാപ്റ്ററുകൾ ഉൾക്കൊള്ളണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയും. അപ്പോൾ നോക്കിയാൽ അപ്പോൾ നിങ്ങളുടെ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയിലെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇതാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ ഇതാണ്: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ. എക്കണോമിക്സിൽ പറയേണ്ട സാധനം ഇവിടെ എക്കണോമിക്സ് പറഞ്ഞ ഒരു ഏരിയ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്താണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണല്ലോ, അതുകൊണ്ട് അത് അവിടെ കൊടുത്തു. വിവിധ മേഖലകളിലെ പുരോഗതികളും. ഇതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ മൊഡ്യൂൾ. ഇതാണ് ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, LGS പരീക്ഷയെ സംബന്ധിച്ച് ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന സിലബസ് ഇതാണ്. ഈ ഒരു സിലബസിന് 10th ലെവൽ പ്രിലിംസ്, കമ്പനി ബോർഡ് LGSന് പ്രിലിംസ് ഉണ്ടാവുകയാണെങ്കിൽ 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് വെച്ചാണ് ഉണ്ടാവുക. അവിടെയും ഹിസ്റ്ററിയുടെ സാധനം ഇത് തന്നെയാണുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അങ്ങനെയാണ് ഒരു മൊഡ്യൂൾ ഉള്ളത്. അപ്പോൾ ഇതേ സാധനം തന്നെയാണ് അവിടെയും സിലബസിലുള്ളത്. ഈ ഒരു സിലബസിൽ ഉൾക്കൊള്ളേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാപ്റ്റേഴ്സ് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള ആ ഒരു ചാപ്റ്റർ. ദെൻ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ. പിന്നെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിനുള്ള ബഹുജന മുന്നേറ്റം. പിന്നെ 10ാം ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്റർ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നത്. ദെൻ 10ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്റർ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. ഇതും കൂടെ നോക്കണം. ഇതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉള്ള ആ ഒരു ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിനുശേഷമുള്ള ഭരണ സംവിധാനങ്ങളെ കുറിച്ചൊക്കെയാണ്. ഭരണ സംവിധാനം. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ SCERT പ്രകാരം ഹിസ്റ്ററിയിൽ ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. LGS പരീക്ഷയിൽ ഇത്രയേ പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, മറ്റു പരീക്ഷകൾ വേറെയുണ്ട്. മറ്റ് 10th 12th ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അങ്ങനെ വിശദമായിട്ട് കൂടുതലുണ്ട്. ഇവിടെ വേൾഡ് ഹിസ്റ്ററി ഇല്ല, ഇന്ത്യൻ ഹിസ്റ്ററി ഇത്രയേ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പഴയ SCERT വിടാൻ പറ്റുമോ? വിടാൻ പറ്റില്ല. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. പല വീഡിയോ ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ 4 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ 4 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 8 ചാപ്റ്ററുകളാണ് ആധുനിക ഇന്ത്യ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പഠിക്കാനുണ്ടായിരുന്നത്. അതിവിടെയും വാലിഡ് ആണ്. അതിലുള്ള തന്നെയാണ് ഭൂരിഭാഗം കാര്യങ്ങൾ. ഇവിടെ ഒരു 10% പുതിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ള ചില കാര്യങ്ങൾ അവിടെ മിസ്സായിട്ടുണ്ട്, അവിടെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ മിസ്സായിട്ടുണ്ട്. പക്ഷെ അവിടത്തേക്കാളും കൂടുതൽ ഒരു 10% കണ്ടന്റ് ഇവിടെ കൂടുതലുണ്ട്. ചാപ്റ്ററിന്റെ എണ്ണം കുറവാണെങ്കിലും കണ്ടന്റ് കൂടുതൽ ഉണ്ട്, അത് മനസ്സിലാക്കുക. ദെൻ 3ാമത്തെ മൊഡ്യൂൾ ഇതാണ്: ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇതാണ് LGS മെയിൻസ് പരീക്ഷയുടെ സിലബസിലുള്ള 5 മാർക്കിന്റെ ഏരിയ. അതേസമയം കമ്പനി ബോർഡ് LGSന് പ്രിലിംസ് ഉണ്ടാവുകയാണെങ്കിൽ 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് വെച്ചിട്ടാണ് LGSന്റെയും പ്രിലിംസ് പരീക്ഷ നടക്കാറുള്ളത്. ആ ഒരു സിലബസിൽ ഇതേപോലെ ഒരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു: പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ കാര്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ. പിന്നെ ചില കമ്മീഷനുകൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവ്. ഇങ്ങനെ ഒരു സാധനം 10 മാർക്കിനുണ്ട്. ഇത് രണ്ടും കോമൺ ആണ്. ഭരണഘടന എന്ന് കൊടുത്തിട്ടില്ല, കമ്മീഷനുകളും കാര്യങ്ങളേ ഉള്ളൂ, പിന്നെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സിലബസ്. ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ചാപ്റ്ററുകൾ ഇത്രയാണ്. 1, 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ. 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ നിയമവും സമൂഹവും. 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ രാഷ്ട്രവും ഗവൺമെന്റും. ഇതൊക്കെ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് പുസ്തകമാണെന്നുള്ള പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഓക്കെ, 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ഭരണഘടനയ്ക്കൊരു മുഖവുര. 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും. പിന്നെ 7ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക്. 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. 8ാം ക്ലാസ്സിൽ 9ാമത്തെ ചാപ്റ്റർ ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും.
ഇതിൽ പല ചാപ്റ്ററുകളും ആരും ശ്രദ്ധിക്കില്ല. ഭരണഘടന എന്നുള്ളതുകൊണ്ട് ആ ഭരണഘടന, അവകാശങ്ങളും ഭരണഘടന, അധികാര വിന്യാസം, ഈ 2 ചാപ്റ്ററുകളാണ് എല്ലാവരും നോക്കുക. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷേ മറ്റ് ചാപ്റ്ററുകളിൽ നിന്നും ചോദ്യങ്ങൾ വരും. കാരണം പൗരന്റെ അവകാശങ്ങളും ചുമതലകളും, ഒരു പൗരന്റെ അവകാശങ്ങളും ചുമതലകളും, അല്ലെങ്കിൽ മൗലിക അവകാശവും മൗലിക ചുമതലയും അല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റു അവകാശങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ വരും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ പല ചാപ്റ്ററുകളിലും കിടക്കുന്നുണ്ട്. ഓക്കെ, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. അതിൽ ഈ കമ്മീഷനുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നേരത്തെ സിലബസിൽ കൊടുത്തിരിക്കുന്ന കമ്മീഷനുകൾ. 9ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്റർ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. ഓക്കെ, അപ്പോൾ അത്രയും ചാപ്റ്റർ 9 വരെ. ദെൻ 10ാം ക്ലാസ്സിൽ 5ാമത്തെ ചാപ്റ്റർ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. 10ാം ക്ലാസ്സിൽ 9ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം. ഇത്രയും ചാപ്റ്ററുകൾ ഇവിടെ പഠിക്കാനുണ്ട്. പൗരന്റെ അവകാശങ്ങളും കടമകളും, ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളും കാര്യങ്ങളും, പിന്നെ ഈ പറഞ്ഞ കമ്മീഷനുകളും, അതൊക്കെ ചേർത്തുകൊണ്ട് ഇത്രയും ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുള്ള ബോധ്യം വേണം. അല്ലാതെ ഭരണഘടന, അധികാര വിന്യാസം, ഭരണഘടനയിൽ എന്താണ് അവകാശങ്ങളും കർത്തവ്യങ്ങളും അങ്ങനെ മാത്രം പഠിച്ചങ്ങ് പോയാൽ അവിടെ നിന്ന് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷെ മറ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാവും. അതുകൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് നോക്കണം. ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂളിൽ നമുക്ക് 4ാമത്തെ മൊഡ്യൂളായിട്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇതാണ് LGS പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസിലുള്ളത്. ഓക്കെ, ഇനി പ്രിലിംസ് നടക്കുകയാണെങ്കിൽ ആ പ്രിലിംസിന്റെ സിലബസിൽ ഇതിന് സമാനമായിട്ടൊരു ഏരിയ ഇവിടെ ഉണ്ട്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, സെയിം. അതിർത്തികളും അതിരുകളും, അവിടെ അതിർത്തികൾ മാത്രം കൊടുത്തു നേടും, സംഭവം ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്താണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതായത് എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, സംസ്ഥാനങ്ങളായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കുറവ് എന്നൊക്കെയുള്ള ഫാക്ട്സും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ ഇവിടെ എന്താണ് ഊർജ്ജ മേഖല, ഗതാഗത മേഖല, വാർത്താവിനിമയ മേഖല, അവിടങ്ങളിലൊക്കെ പുരോഗതി, പിന്നെയോ വ്യവസായം, ഇത്രയും ഏരിയകൾ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നിങ്ങൾക്ക് ജോഗ്രഫിയുടെ ഒരു ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു സിലബസ് ആയിട്ട് നിങ്ങൾ കാണേണ്ടത്. അത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാന ചാപ്റ്ററുകൾ 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അതിർത്തികളും അതിരുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം എവിടെ പോരാ, ഇന്ത്യ മാത്രം പോരാ, ഇന്ത്യക്ക് പുറത്തേക്ക് കടക്കണം. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ലോകത്തിന്റെ നെറുകയിൽ. ഇത് കഴിഞ്ഞ തവണ 10ാം ക്ലാസ്സിലെ 7ാമതൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ, വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ആ ഒരൊറ്റ ചാപ്റ്റർ നോക്കിയാൽ മതിയായിരുന്നു. മിക്ക പരീക്ഷകളിലും കൂടുതൽ മാർക്ക് അവിടെ നിന്ന് തന്നെയായിരുന്നു വരിക. ഇപ്പോൾ ആ ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഓരോന്നിനും ഓരോന്നാക്കി. ഓരോ ഭൂപ്രകൃതി മേഖലയ്ക്കും ഓരോ ചാപ്റ്ററുകളാക്കി. ഉത്തരപർവ്വത മേഖലയ്ക്കുള്ള ചാപ്റ്ററാണ് ഇത് ലോകത്തിന്റെ നെറുകയിൽ. ദെൻ ഉത്തരമഹാസമതലത്തിന് ഒരു ചാപ്റ്റർ വേറെ, വിശാല സമതല ഭൂവിൽ. പിന്നെ പീഠഭൂമിക്ക് ഇതൊരു ചാപ്റ്റർ വിടാം, തീരസമതലത്തിന്റെ ചാപ്റ്റർ വിടാം. അങ്ങനെ ഓരോ ചാപ്റ്ററുകളാക്കി മാറ്റിയിട്ടുണ്ട്. 9ലെ 1 ലോകത്തിന്റെ നെറുകയിൽ, 2 വിശാല സമതല ഭൂവിൽ, 9ലെ 3 ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, 9ലെ 7 മണലാരണ്യത്തിലൂടെ, 9ലെ 8 തീരങ്ങളിലൂടെ. ഇത്രയും ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ അല്ലേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരമഹാസമതലം, അത് 3ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ, പിന്നെ തീരസമതലം, ആ ചാപ്റ്ററുകൾ, ആ 4 ചാപ്റ്ററുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ കേരളത്തിന്റെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കേരളം ഇതാണ് LGS മെയിൻസിന്റെ സിലബസ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇത്രയുമാണ് LGS മെയിൻസിന്റെ സിലബസ്. ഇനി നിങ്ങൾക്ക് പ്രിലിംസ് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് കമ്പനി ബോർഡ് LGS ഇത്രയും അപേക്ഷകരുണ്ടാവും. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ ഒരു പ്രിലിംസ് നടത്താൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പോലെ LGS ഒറ്റഘട്ടമായി നടത്തുമെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഒരു സാധ്യത, ഇങ്ങനെ ഒരു സാധ്യത കിടക്കുന്നുണ്ട്. അപേക്ഷകരുടെ എണ്ണത്തിന്റെ ഒരു ബാഹുല്യം കാരണം അങ്ങനെ ഒരു സാധ്യത കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിലിംസ് ഉണ്ടാവുകയാണെങ്കിൽ അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ പറഞ്ഞ സാധനം തന്നെയല്ലേ, നദികളും കായലുകളും അവിടെ പറഞ്ഞല്ലേ, വിവിധ വൈദ്യുത പദ്ധതികൾ പറഞ്ഞല്ലേ, വന്യജീവി സങ്കേതവും ദേശീയോദ്യാനവും പറഞ്ഞിട്ടുള്ളതല്ലേ, മത്സ്യബന്ധനവും പറഞ്ഞിട്ടുള്ളതല്ലേ, കായിക രംഗം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഡീഷണൽ ഉള്ളത്? ഇത് മാത്രമേ ഇവിടെ അഡീഷണൽ ആയിട്ടുണ്ട്. ഇത് എവിടെയുള്ളൂ? LGS മെയിൻസിന്റെ സിലബസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ. പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾ SCERTയിൽ കുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല. SCERTയിൽ ഒന്നുമില്ല, ആകെ ഒരു കുഞ്ഞു ചാപ്റ്ററാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 2 ചെറിയ ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഒരു ചാപ്റ്റർ ആണുള്ളത്. പിന്നെ കേരള ഭൂമിശാസ്ത്രത്തിൽ ഉൾപ്പെടുത്താവുന്ന കുറേ ഭൂപ്രകൃതി, നമ്മുടെ കാർഷിക മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ബയോളജിയിലൊക്കെയുള്ള ചില ചാപ്റ്ററുകളുണ്ട്, അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പ്രസ്താവിക്കുന്നുണ്ട്. അതല്ലാതെ
ഇതിന്റെ മാത്രമായിട്ടുള്ള ഒരു ചാപ്റ്റർ ഈ 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ മാത്രമാണ്, നാടറിയാം എന്നുള്ള ചാപ്റ്ററാണ്. അത് പഠിച്ചാൽ അവിടെ നിന്ന് ഒരു ചോദ്യം അങ്ങനെ എപ്പോഴെങ്കിലും ചില പരീക്ഷകളിലൊക്കെ വരും, അത്രയേ ഉള്ളൂ. 1-2 ചോദ്യങ്ങളൊക്കെ ഏതെങ്കിലും പരീക്ഷകളിൽ വന്നാലായി. പക്ഷെ നിർബന്ധമായിട്ട് പഠിക്കണം. പക്ഷെ ബാക്കി എന്ത് ചെയ്യണം, SCERT അല്ലാതെ എന്നത് കാര്യമായിട്ട് പഠിക്കണം. SCERT അവിടെ കാര്യമായിട്ട് പഠിക്കാനില്ല. ഇനി LGS മെയിൻസിന്റെ സിലബസിൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുള്ള മുന്നേറ്റങ്ങൾ, കേരളത്തിലെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. LGS മെയിൻസിന് പ്രിലിംസിന്റെ സിലബസും സെയിം തന്നെയാണ്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, ഓക്കെ. പിന്നെയോ നവോത്ഥാന നായകന്മാർ, അതിവിടെ പേരെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നവോത്ഥാന നായകന്മാർ ആരൊക്കെ എന്നുള്ളത് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇത്രയും നവോത്ഥാന നായകന്മാർ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ഇത് കൊടുത്തുകൊണ്ട് ഇത് മാത്രമല്ല ചോദിക്കാറ്, പല പരീക്ഷകളിലും. ഇത് പ്രിലിംസിന്റെ സിലബസ് ആണ്, 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് ആണ്. 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയിൽ ഈ എടുത്തു പറഞ്ഞിട്ടുള്ളതല്ലാത്ത എത്രയോ ആളുകളെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള നവോത്ഥാനം വിശദമായിട്ട് അങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ്. അവിടെ SCERTയിൽ 2 ചാപ്റ്ററുകൾ നോക്കാനുണ്ട്. കഴിഞ്ഞ തവണ ഇതേപോലെ 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമായിട്ട് 2 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ കലവറയായിരുന്നു ആ ഒരു ചാപ്റ്റേഴ്സ്, 2 ചാപ്റ്റേഴ്സ്. അപ്പോൾ അതേപോലെ ഇവിടെ ഇത്തവണ വരാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. ഈ 2 ചാപ്റ്റേഴ്സും ഇത്തവണ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മേഖലയായിട്ട് മാറും. 7ാം ക്ലാസ്സിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ള ചാപ്റ്ററും 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നുള്ള ചാപ്റ്ററും. ഇത് നവോത്ഥാനം, ഇത് ദേശീയ പ്രസ്ഥാനം. ഈ 2 ചാപ്റ്ററുകൾ ഇനി വരും പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുടെ PSC ചോദ്യപേപ്പറുകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 2 ചാപ്റ്ററുകളായിട്ട് മാറും. പിന്നെ 7ാമത്തെ മൊഡ്യൂൾ ഇതാണ് LGS മെയിൻസിന്റെ വിവിധ മേഖലകളാ. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല, സാമ്പത്തിക മേഖല, സാഹിത്യ മേഖല, കായിക മേഖല. ഈ വിവിധ മേഖലകൾ 5 മാർക്ക് LGS മെയിൻസിന്. പ്രിലിംസിന് ഈ മേഖലകളിൽ നിന്നൊക്കെയുള്ള കറണ്ട് അഫേഴ്സും. ഇങ്ങനെയാണ് ആ ഒരു സിലബസ്. അപ്പം ഇവിടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതിയൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ആ ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതേപോലെ തന്നെ കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടത്തേക്കും ആവശ്യമാണ്. രാഷ്ട്രീയ മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററുകളൊക്കെ ഇല്ലേ, അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇവിടെ ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ അവിടെ പറഞ്ഞുകൊണ്ട് ഞാനത് ഇവിടെ എടുത്ത് പറയുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവിടെ ഹിസ്റ്ററി പഠിച്ച പല ചാപ്റ്ററുകളും ഇവിടെയും ആവശ്യമാണ് നമുക്ക്. ഇനി സാമ്പത്തിക മേഖല, ഇത് പലരും ശ്രദ്ധിക്കാതെ പോകും. കഴിഞ്ഞ പ്രാവശ്യം പലരും ശ്രദ്ധിക്കാത്തതും ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞാണ് നിങ്ങളോട്. സാമ്പത്തിക മേഖല ഇവിടെ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രം ആയിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത്. ആ ചാപ്റ്ററിൽ നിന്ന് എത്രയോ പരീക്ഷകളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതോ ഒരു പരീക്ഷയിൽ LGSന്റെ ആ ഒരു നിലവാരത്തിലുള്ള പരീക്ഷയിൽ 6 ചോദ്യങ്ങൾ വരെ വന്നു. ഇവിടെ ആകെ എത്ര മാർക്കേ ഉള്ളൂ? 5 മാർക്കേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഏരിയ എന്നായിട്ട് 6 മാർക്കിന് ചോദ്യങ്ങൾ വന്ന് തീർത്തും എവിടെ നിന്ന്? സാമ്പത്തിക മേഖലയിൽ നിന്ന്. അതായത് SCERTയിലെ സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സിന്. അപ്പോൾ അത് നോക്കിയിരിക്കണം. ഓക്കെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് തന്നെ പഠിക്കണം. അതല്ലാതെ SCERT ഇവിടെ നോക്കേണ്ട ഇത്രയും ചാപ്റ്ററുകളാണ്. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. ഇപ്പോഴും എത്രയോ തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള LGSന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പും SCERTന്റെ മാറ്റം വന്ന സമയത്തൊക്കെ വീഡിയോ ചെയ്ത സമയത്തും 100 തവണ ആവർത്തിച്ച്, എന്നിട്ട് പോലും ഇപ്പോഴും പലർക്കും അറിയില്ല എന്ത് സാമ്പത്തിക മേഖല, ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഈ ചാപ്റ്റേഴ്സ് LGSന് പഠിക്കണം എന്നുള്ള കാര്യം. കാരണം എന്താ, എല്ലാവരും പറയുക LGSന്റെ സിലബസിൽ സാമ്പത്തിക ശാസ്ത്രം ഇല്ലല്ലോ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതാണ് സ്ഥിതി. അത് നിങ്ങൾ കുട്ടികൾ മാത്രമല്ല അല്ലേ, വലിയ ആളുകൾക്ക് പോലും, അത് ടീച്ചേഴ്സിന് പോലും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പലയിടത്തിലും നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. ദെൻ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. ദെൻ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പണവും സമ്പദ് വ്യവസ്ഥയും. ദെൻ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. പിന്നെ ഇത്രയും ചാപ്റ്റേഴ്സ്. എത്ര ചാപ്റ്റർ? 1, 2, 3, 4 ചാപ്റ്റേഴ്സ് ആണ് അവിടെ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത്രയാണ് ആ ഒരു ഭാഗത്തിൽ വരുന്നത്. 7 മൊഡ്യൂളുകളായിട്ട് ഉള്ള ആ ഒരു സാധനം. LGS മെയിൻസ് പരീക്ഷയുടെ 7 മൊഡ്യൂളുകൾ. അതിൽ തന്നെ പ്രിലിംസിന് ഉണ്ടാവുകയാണെങ്കിൽ പ്രിലിംസിന് വേണ്ട സാധനങ്ങൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സയൻസിന്റെ കാര്യം. സയൻസിന് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും കൂടെ 5ഉം 10ഉം 15 മാർക്കാണ് ഉള്ളത്. 5 + 10 15 മാർക്കാണ് മെയിൻസ് പരീക്ഷയിലുള്ളത്. പ്രിലിംസ് പരീക്ഷയിലാണെങ്കിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നല്ല, നാച്ചുറൽ സയൻസ് 10 മാർക്കും, പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഫിസിക്കൽ സയൻസ് 10 മാർക്കും. അങ്ങനെയാണ്. ഇവിടെ 15 മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. ആ ഒരു ഏരിയ തന്നെ, നാച്ചുറൽ സയൻസ് തന്നെ, പക്ഷെ എന്തുകൂടി ഉണ്ട്, ലൈഫ് സയൻസ് എന്നുള്ള ആ ഒരു സാധനം കൂടെ ചേർത്തു. അത്രയേ ഉള്ളൂ. 15 മാർക്കും. ഫിസിക്കൽ സയൻസ് 5 മാർക്കേ ഉള്ളൂ. 10th ലെവൽ പ്രിലിംസിന്റെ
ഫിസിക്കൽ സയൻസിൻ്റെ അതേ സിലബസാണ്. അവിടെ 10 മാർക്ക്, ഇവിടെ 5 കുറയുന്നു. അത്രയേ ഉള്ളൂ. സിലബസിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇനി അപ്പോൾ നാച്ചുറൽ സയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നോക്കുകയാണെങ്കിൽ, ജീവശാസ്ത്രത്തിന് 5 മാർക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന മൊഡ്യൂളുകൾ ഇതാണ്: മനുഷ്യ ശരീരം, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. പിന്നെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ് സാംക്രമിക രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗം, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇങ്ങനെയാണ് സിലബസ് കൊടുത്തിരിക്കുന്ന. 15 മാർക്കിന് ഏരിയയാണ് സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിന്റെ പേര് തന്നിട്ട് കാര്യമില്ല. കാരണം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് വേണം ഇവിടെ. അതായത് ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ 5, 6, 7, 8 5, 6, 7, 8 വരെയുള്ള ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചാപ്റ്ററുകളും നമുക്ക് വേണ്ടതാണ്. ഒറ്റ നോട്ടത്തിൽ വേണ്ട എന്ന് പറയാവുന്ന ചില ചാപ്റ്ററുകളുണ്ട്. പക്ഷെ വേണ്ട എന്ന് നിങ്ങളോട് ആര് പറഞ്ഞാലും ഞാൻ പറയില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന ചാപ്റ്ററൊന്നും പല പരീക്ഷകളിലും ചോദ്യം വന്നിട്ടുണ്ട്. വർഗീകരണം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വർഗീകരണം. സിലബസിൽ അങ്ങനെ ഒരു ഏരിയ ഇവിടെ എവിടെയും കാണാനില്ലല്ലോ, ഇല്ല. പക്ഷെ വർഗീകരണം എന്നുള്ള ചാപ്റ്ററിന് ചോദ്യം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ചോദ്യം വരുന്നത്? അവർ SCERT നിന്ന് അങ്ങ് ചോദ്യം ഇടുകയാണ്. ഈ സിലബസ് നോക്കണമെന്നില്ല. ഇനി നിങ്ങളത് ക്വസ്റ്റ്യൻ എന്താണ് ഇത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദ്യം ചെയ്യാമെന്ന് വിചാരിച്ചോ? നടക്കൂല. കാരണം എന്താ? വർഗീകരണം ഔട്ട് ഓഫ് സിലബസ്. നോക്കിയാൽ നിങ്ങൾ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വർഗീകരണം അല്ലേ? പരിസ്ഥിതി പ്രശ്നം. ഈ പരിസ്ഥിതി എന്നുള്ളതിൽ ഈ സസ്യമേഖല എന്താണ്, സസ്യലോകവും ജന്തുലോകവും ഉൾപ്പെടും. അതുകൊണ്ട് സസ്യലോകമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെയുള്ള പല പരീക്ഷകളിലും 5ാം ക്ലാസ്സിലെ പൂവിൽ നിന്ന് പൂവിലേക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സിലബസിൽ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം അതൊക്കെ പരിസ്ഥിതിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് ബേസിക് സയൻസിൽ ഒരു ചാപ്റ്ററും വിടാനില്ല. ബേസിക് സയൻസിൽ ബയോളജിയിൽ ഒരു ചാപ്റ്ററും വിടാനില്ല. 5, 6, 7, 8 അവിടെ ബേസിക് സയൻസിനെ പറയുന്നുള്ളൂ, അടിസ്ഥാന ശാസ്ത്രത്തിനെ പറയുന്നുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വേർതിരിച്ചിട്ടില്ലല്ലോ. ആ ബയോളജി ടൈപ്പ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നമുക്ക് വേണം. ഓക്കെ, 8 വരെയുള്ളത്. പിന്നെ 9, 10 9, 10 അതും കംപ്ലീറ്റ് നമുക്ക് വേണം. അവിടെ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ എന്താണ് ഇന്ന ചാപ്റ്റർ നേരിട്ടില്ല, എന്താണ് ജനിതക ശാസ്ത്രം നേരിട്ടില്ല പറയാം. പക്ഷെ എന്താണ് ജനറ്റിക്സ് എന്ന് പറയുന്നത് ജീനിനെ കുറിച്ചുള്ള പഠനമല്ലേ? ജീൻ മനുഷ്യ ശരീരത്തിന്റെ ഭാഗമല്ലേ? മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ലേ? പല പരീക്ഷകളിലും വന്നിട്ടുണ്ട്. എത്ര LGS പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്? ജനിതക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ജനിതക കത്രികയെ കുറിച്ച് ചോദിച്ചിട്ടില്ലേ? ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, പരിണാമത്തിന്റെ വഴികൾ എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മനുഷ്യ പരിണാമത്തിന്റെ നമുക്ക് സിലബസിൽ ഒറ്റ നോട്ടത്തിൽ ഇല്ല എന്ന് പറയാം. പക്ഷെ എന്താണ് അവിടെ നിന്നും പരീക്ഷ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബേസിക് സയൻസിന്റെ കാര്യത്തിൽ 5, 6, 7, 8 വരെയുള്ളത് കംപ്ലീറ്റ് നമുക്ക് പഠിക്കണം. അതിൽ ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ ചില ചാപ്റ്ററുകൾ ഒഴിവാക്കാം. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ 21 ചാപ്റ്റേഴ്സ് ഉണ്ടാവുക. ബയോളജി ടൈപ്പ് ചാപ്റ്റേഴ്സ് 21 ഉണ്ട്. അത് 21 പഠിക്കണം. പിന്നെ 9ാം ക്ലാസ്സിൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കണം. പക്ഷെ ഇത് പഠിച്ചാൽ വേസ്റ്റ് ആവില്ല. 15 മാർക്ക് ഇവിടെ നിന്ന് ഉറപ്പിക്കാം. പ്രത്യേകിച്ചും LGS പരീക്ഷയിൽ ഈ 15 ഒരു 13, 14 ചില പരീക്ഷകളിൽ 15 എവിടെ നിന്ന് തന്നെ വരാറുണ്ട്? SCERT തന്നെ വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ 5, 10, 15 മാർക്കിൽ ഏകദേശം ഒരു 10, 12 മാർക്ക് എന്തായാലും ഉണ്ടാവുമായിരുന്നു. കാരണം ഈ വൈറ്റമിൻസ് 7ാം ക്ലാസ്സിലെ ആഹാരം ആരോഗ്യത്തിന് എന്നുള്ള ചാപ്റ്റർ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ചില പരീക്ഷകളൊക്കെ അവിടെ തന്നെയാണ് ചോദിക്കുക. അങ്ങനെ ആവുമ്പോൾ അത് 13, 14, 15 എത്തും. ചില പരീക്ഷകളിൽ വൈറ്റമിൻസ് ഒക്കെ പുറത്തുനിന്ന് കൂടുതൽ ഡീപ്പായിട്ട് ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ ഇല്ലാത്തത് വരും. അങ്ങനെ മാത്രമാണ് SCERT നിന്ന് ചോദ്യങ്ങൾ ഇല്ലാതെ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ 15 മാക്സിമം SCERT തന്നെയാണ് മിക്കവാറും പരീക്ഷകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബയോളജിയുടെ കാര്യം. ഇനി ഫിസിക്കൽ സയൻസിന്റെ കാര്യം, അതായത് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഫിസിക്കൽ സയൻസ് അവിടെ 5 മാർക്കേ ഉള്ളൂ. 12 ടോപ്പിക്കുകളുണ്ട്. ഇത്രയും ടോപ്പിക്കുകളുണ്ട്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും, സവിശേഷതകളും. ഇങ്ങനെ 12 ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 12 ടോപ്പിക്കുകൾക്കായിട്ട് നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, അതായത് 5, 6, 7, 8 ബേസിക് സയൻസ് നേരത്തെ പറഞ്ഞല്ലോ ബയോളജി പഠിക്കണമെന്ന്. അതേപോലെ അവിടെ 5, 6, 7, 8 വരെയുള്ള ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണം.
ഓക്കെ, അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കാന്നുള്ള കാര്യം ഞാൻ പറയാം. 5, 6, 7, 8 വരെയുള്ളത് കംപ്ലീറ്റ് പഠിക്കുക. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി അതായിട്ട് 9ഉം 10ഉം ആണല്ലോ ഉള്ളത്. അവിടെ 9ലും 10ലുമായിട്ട് 24 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ മാർക്ക് കുറവാണ്, പക്ഷെ പഠിക്കാൻ ഏകദേശം മറ്റതിൻ്റെ അത്രയുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർത്തിട്ട് അവിടെയുള്ള ബയോളജീൻ്റെ അത്ര ചാപ്റ്റേഴ്സും കാര്യങ്ങളും അളവ് പഠിക്കാനുണ്ട്. 5 മാർക്ക് ഉള്ളൂ, പക്ഷെ പ്രിലിംസിന് 10 മാർക്ക് ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ അവിടെ ഫിസിക്സിലാണെങ്കിൽ 9ാം ക്ലാസ്സിൽ 8 ചാപ്റ്റേഴ്സും 10ാം ക്ലാസ്സിൽ 7 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അവിടെ നിന്ന് പല പരീക്ഷകളും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇനിയും അങ്ങനെ തന്നെ കംപ്ലീറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് നല്ലത്. ഇനി നിങ്ങൾക്ക് സയൻസ് അത്രയും പാടാണ്, ഇനി വല്ലപ്പോഴും ഏതെങ്കിലും ഒരു പരീക്ഷയിൽ മാത്രം വരുന്നൊരു ചോദ്യത്തിന് വേണ്ടി സാറേ എനിക്കിത് പഠിക്കാനാവില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്ന ചാപ്റ്ററുകളുടെ പേരുകൾ. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ വൈദ്യുതിയുടെ കാന്തിക ഫലം. ഓക്കെ, ഊർജ പരിവർത്തനവും ചാപ്റ്ററിലുണ്ട്, സിലബസിലുണ്ട്. ഊർജത്തിന്റെ ഒരു രൂപമാണ് വൈദ്യുതോർജ്ജം. അതുകൊണ്ട് വൈദ്യുതോർജ്ജം സിലബസിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വൈദ്യുതോർജ്ജത്തെക്കുറിച്ചോ കാന്തികോർജ്ജത്തെക്കുറിച്ചോ അങ്ങനെ ആ രീതിയിലുള്ള ചാപ്റ്റേഴ്സിന് ചോദ്യങ്ങൾ വന്നിട്ടില്ല. അവിടെയൊക്കെ ഊർജ്ജ മാറ്റം വൈദ്യുതോർജ്ജമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്, ഊർജ്ജ പരിവർത്തനം ചോദിക്കാറുണ്ട്. ഊർജ്ജ പരിവർത്തനത്തിൽ പ്രവൃത്തി, ഊർജ്ജം, താപം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ അന്നൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ വൈദ്യുതിയുടെ കാന്തിക ഫലത്തെക്കുറിച്ച് ഉള്ള ചാപ്റ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ചോദ്യം വന്നേക്കാം, പക്ഷേ ഒരു ഒറ്റ നോട്ടത്തിൽ സിലബസിൽ വരുന്ന ഒരു ചാപ്റ്റർ അല്ല. കാരണം ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഊർജ്ജരൂപവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഊർജ്ജത്തിന്റെ രൂപമാണ് വൈദ്യുതി. അതുകൊണ്ട് വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആവശ്യമാണ്. ഊർജ്ജത്തിന്റെ രൂപമാണ് കാന്തികോർജ്ജം. അതുകൊണ്ട് കാന്തികതയായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ആവശ്യമുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും കയറി വരുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ബാക്കിയുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അത്ര പ്രാധാന്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കണക്കാക്കുക, അല്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാവരുത് കേട്ടോ. 10ലെ 6ാമത്തെ ചാപ്റ്റർ വൈദ്യുതകാന്തിക പ്രേരണം നിത്യജീവിതത്തിൽ. ഓക്കെ, വളരെ അപൂർവമായിട്ട് ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. 10ാം ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്റർ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്നുള്ള ചാപ്റ്ററാണ്. ഇത് ഉത്തോലകങ്ങളെ കുറിച്ചുള്ള ചാപ്റ്ററാണ്. 10th ലെവൽ മറ്റു പരീക്ഷകൾക്കൊക്കെ LGS ഒഴികെയുള്ള ബാക്കി അങ്ങോട്ടേക്കുള്ള സിലബസിലൊക്കെ ഉത്തോലകം സിലബസിലുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്ററാണ്. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ പ്രത്യക്ഷത്തിൽ ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ചാപ്റ്ററുകൾ ഇത് 3 മാത്രമാണ്. അപൂർവമായിട്ട് ഇനി ഇവിടെ നിന്ന് ചോദ്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. മുൻ പരീക്ഷകളിലൊന്നും LGSൽ അങ്ങനെ വൈദ്യുതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ രീതിയിൽ ഇത്തരം ചാപ്റ്ററുകളിൽ നിന്ന് വന്നിട്ടില്ല. ഇതേപോലെയുള്ള ചാപ്റ്ററുകൾ അന്നും ഉണ്ടായിരുന്നു. വൈദ്യുതിയുടെ താപഫലം, വൈദ്യുതിയുടെ കാന്തിക ഫലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കാന്തിക പ്രേരണം എന്നുള്ള ചാപ്റ്ററൊക്കെ അന്നും ഉണ്ടായിരുന്നു, വന്നിട്ടില്ല. പക്ഷേ വൈദ്യുതോർജ്ജത്തിന്റെ മറ്റു ചോദ്യങ്ങൾ, അതായത് വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ്, പിന്നെ ഊർജ്ജം അളക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ വൈദ്യോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറ്റപ്പെടുന്നതും ലാമ്പുകളും അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കാന്തിക ഫലത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ബാക്കിയുള്ളതൊക്കെ പഠിച്ചതിന് ശേഷം പിന്നീട് പഠിക്കാം. ഇനി ഇതേപോലെ തന്നെ കെമിസ്ട്രിയുടെ കാര്യവും. കെമിസ്ട്രി 5, 6, 7, 8 വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും പഠിക്കുക. അതോടൊപ്പം 9ൽ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്, 10ൽ 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത ചില ചാപ്റ്ററുകളാണ് ഇതൊക്കെ, വേണമെങ്കിൽ ഒഴിവാക്കാം. നോക്കിയേ, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ റിഡോക്സ് പ്രവർത്തനങ്ങൾ. LGSന്റെ പരീക്ഷയിൽ സിലബസിൽ ഇല്ലേത്. ഓക്കെ, ദെൻ രാസഗതികം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ രാസപ്രവർത്തന വേഗതയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, സിലബസിലില്ല. ദെൻ കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലെ തന്നെ 2 ചാപ്റ്ററിലാണ്, ഒരു ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ലായിരുന്നു. 9ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്റർ കാർബണിക രസതന്ത്രം. ഓക്കെ, സിലബസിലുണ്ടോ? ഇല്ല. സിലബസിൽ കാർബണിക രസതന്ത്രം ഇല്ല. പക്ഷേ നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ട്. ആ രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള ഹെഡിങ്ങിൽ പല പരീക്ഷകളിലും ഈ പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സും ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അന്ന് ഉണ്ടായിരുന്നു, ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ചാപ്റ്ററിൽ നിന്ന് പലതവണ ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, പക്ഷേ സിലബസിൽ കാർബണിക രസതന്ത്രം എന്ന് പറഞ്ഞിട്ടില്ല. നിത്യജീവിതത്തിലെ രസതന്ത്രത്തിൽ പലതും ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ പക്ഷേ
ആ കാലഘട്ടത്തിലും ഈ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും ഒക്കെ അന്നും ഉണ്ടായിരുന്ന ചാപ്റ്റർ. പക്ഷെ ആ പരീക്ഷയിലൊന്നും ഈ നാമകരണമായിട്ട് ബന്ധപ്പെട്ടോ ആ രീതിയിൽ IUPAC നാമത്തിന്റെ ചോദ്യങ്ങളൊന്നും LGS പരീക്ഷയിൽ വരാറില്ലായിരുന്നു. ആ ചാപ്റ്ററുകളിൽ നിന്നും വരാറില്ല. അതേപോലെ സമാനമായിട്ട് ഇവിടെയുള്ള ചാപ്റ്ററാണിത്. വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഒഴിവാക്കിയിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് പഠിച്ചാലും മതി. ഓക്കെ, ആ ടൈപ്പ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററുകൾ, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. ഓക്കെ, പിന്നെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. പിന്നീട് അങ്ങോട്ടേക്കുള്ള 10th ലെവൽ പ്രിലിംസ്, ഡിഗ്രി ലെവൽ, 10th ലെവൽ മറ്റു പരീക്ഷകൾ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, ഈ പരീക്ഷകളിലൊക്കെ ഈ ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങൾ പല പരീക്ഷകൾ വന്നിട്ടുണ്ട്. വാതക നിയമങ്ങൾ ഓരോന്നിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. പക്ഷേ LGS പരീക്ഷയിൽ 10ാം ക്ലാസ്സിലായിരുന്നു അന്ന്, 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷെ ആ പരീക്ഷയിൽ വന്നിട്ടില്ല. പക്ഷെ മറ്റു പല പരീക്ഷകളിലൊക്കെ ഈ പറയുന്ന നിയമങ്ങൾ ചോദിക്കാറുണ്ട്. LDC പോലെയുള്ള 10th ലെവൽ പരീക്ഷകളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ആദ്യഘട്ടത്തിൽ വിട്ട് പിന്നീട് പഠിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇനി ചോദ്യകർത്താവ് ചിലപ്പോൾ എല്ലാ ചോദ്യകർത്താക്കളും ഈ സിലബസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇടണമെന്നില്ല. അങ്ങനെ ഇടുമ്പോഴാണ് പ്രശ്നം. അല്ലാത്ത സമയത്ത് അവരെന്ത് ചെയ്യുക, SCERT അങ്ങ് ഇടുകയാണ് ചെയ്യുക. 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ എവിടെന്നെങ്കിലും വെച്ചങ്ങ് ഇടും. 7ാം ക്ലാസ് യോഗ്യതയാണെന്ന് വെച്ചിട്ട് 7ാം ക്ലാസ് വരെയുള്ളതല്ല ഇടുക. 5, 6, 7 മാത്രം പഠിച്ചാൽ മതി വിചാരിക്കുന്നുണ്ടെങ്കിൽ മണ്ടത്തരാണ്. 5, 6, 7, 8 വരെയുള്ള ബേസിക് സയൻസും 9, 10 ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കണം. അതിൽ വേണമെങ്കിൽ ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കി വെക്കാം. ഈ ചാപ്റ്ററുകൾ 10ാം ക്ലാസ്സിൽ 5 വൈദ്യുത രസതന്ത്രം, ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ, അത് വേണമെങ്കിൽ ആദ്യ ഘട്ടത്തിൽ ഒഴിവാക്കാം. ഇത്രയേ ഉള്ളൂ. അത് ധൈര്യം ഉണ്ടെങ്കിൽ പഠിക്കാതിരിക്കുക. നിങ്ങൾക്ക് അത്രയും രക്ഷയില്ല ഫിസിക്സും കെമിസ്ട്രി എങ്കിൽ വിട്ടേക്ക്. ബാക്കി ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിച്ചുറപ്പിക്കുക. അവിടെ നിന്ന് മാർക്ക് കിട്ടിക്കോളും. റയർ പരീക്ഷകളിൽ മാത്രമാണ് ഇവിടുന്ന് ചോദ്യം വരിക. അപ്പം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് കമ്പനി ബോർഡ് LGSന് വേണ്ടി നിങ്ങൾ പുതിയ SCERT നിങ്ങൾ ആശ്രയിക്കേണ്ട രീതി എന്ന് പറയുന്നത്. പഴയ SCERT ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെ ചാപ്റ്ററാണ് വേണ്ടതെന്ന് അറിയുന്നതാണ്. ആ ചാപ്റ്ററുകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ കാര്യം ഇതാണ്. ബാക്കി മറ്റു പരീക്ഷകൾക്ക്, LDC പോലെയുള്ള മറ്റു പരീക്ഷകൾക്ക്, LPUP പരീക്ഷകൾക്ക്, മറ്റു +2 ലെവൽ പരീക്ഷകൾക്ക്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഏതൊക്കെ ചാപ്റ്റർ വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോസ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാണാം. ബൈ.